സമാധാന ചർച്ചകൾ ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇസ്രായേലിൻ്റെ നിലനിൽപ്പിന് ശരിയല്ല എന്നാണ് നെതന്യാഹു പറയുന്നത്. അമേരിക്കയുടെ വൈസ് പ്രസിഡന്റായ JD വാൻസിനെ സമാധാന ചർച്ചകൾ നടക്കുന്നതിനിടയിൽ ടെലഫോണിൽ ബന്ധപ്പെട്ട് ആ ചർച്ചകൾ പാതി വഴിക്ക് വെച്ച് കുളമാക്കിയതിന് പിന്നിൽ നെതന്യാഹുവിൻ്റെ കളിയാണ് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ഫോർമൂസ് കടലിടുക്കിൽ വീണ്ടും ഉപരോധവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അമേരിക്ക എടുക്കുന്ന ഏകാധിപത്യ നിലപാടുകളെല്ലാം നമ്മൾ കണ്ടതാണ്. അമേരിക്കയ്ക്ക് ഇതുവരെ ഉണ്ടായ നാശനഷ്ടങ്ങളിൽ അവർ ഒരു കൂസലുമില്ലാതെ തുടർന്നും യുദ്ധം ചെയ്യാൻ തയ്യാറാണെന്ന രീതിയിലേക്ക് പോകുന്നു. ഇതിൻ്റെയെല്ലാം പിന്നിലുള്ളത് ഇസ്രായേലിൻ്റെ കളികളാണ്. ആ രാജ്യം വെന്ത് വെണ്ണീറാകാതെ പാഠം പഠിക്കുകയില്ല എന്ന് വളരെ വ്യക്തമായി തന്നെ നാളുകൾക്ക് മുൻപേ കുറിച്ചതാണ്. ജൂതരാജ്യത്തിനെ നയിക്കുന്നത് തെമ്മാടി ഭരണകൂടമാണ്. ലിക്വിഡ് പാർട്ടിയുടെ തലവനായ നെതന്യാഹു ആ രാജ്യത്ത് നടത്തിയ അഴിമതിയും കൊള്ളയുമൊക്കെ മറച്ചുവെച്ച് എക്കാലവും ഭരണതലത്തിലിരിക്കണമെങ്കിൽ അതിർത്തിയിലും മറ്റും യുദ്ധം എപ്പോഴും ലൈവായി തുടർന്നാലേ മതിയാവുകയുള്ളൂ. നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇറാനെതിരെയുള്ള പോരാട്ടം തുറന്നുകൊണ്ടിരുന്നാലേ പ്രധാനമന്ത്രി കസേരയിൽ അമർന്നിരിക്കാൻ കഴിയൂവെന്ന് മനസ്സിലാക്കി ഇസ്രായേലിൽ നിന്നുകൊണ്ട് എല്ലാ വെല്ലുവിളിയും നടത്തിക്കൊണ്ട് തുടരുകയാണ്. പ്രധാനപ്പെട്ട ഇസ്രായേൽ നഗരങ്ങളൊക്കെ ചാമ്പലാകുന്ന കാഴ്ചയാണ് കാണുന്നത്. മാത്രമല്ല, ഇസ്രായേലിൻ്റെ ഡിഫൻസ് സിസ്റ്റത്തിൽ വിള്ളൽ വീണിരിക്കുന്നു. അവരുടെ അയൺ ഡോം ഇപ്പോൾ ശോചനീയമായ അവസ്ഥയിലേക്ക് പോവുകയാണ്. ഇസ്രായേലിൻ്റെ സാമ്പത്തിക തകർച്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ വ്യാപകമായി നാശനഷ്ടങ്ങൾ ഉണ്ടായതിൻ്റെ കണക്കുകളൊന്നും പുറത്തുവിടുന്നില്ല. മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട മാധ്യമ വാർത്തകൾ കൊടുക്കുന്നതിൽ മാധ്യമങ്ങളെ വിലക്കിയിരിക്കുന്നു. അത്തരത്തിലുള്ള നിഷേധാത്മക സ്വഭാവമായി ആ രാജ്യത്തെ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണ് ബെഞ്ചമിൻ നെതന്യാഹു. UN-ൻ്റെ സെക്രട്ടറി ജനറലായ അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞത് ഇറാനും മിഡിൽ ഈസ്റ്റും അടങ്ങുന്ന രാജ്യങ്ങളുമായുള്ള പുതിയ ഒരു രീതി അമേരിക്ക എത്രയും പെട്ടെന്ന് നടപ്പിലാക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ യുദ്ധത്തിന് അറുതി വരുത്തുകയോ ചെയ്തില്ലെങ്കിൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് ഭയാനകമായിരിക്കുമെന്ന സന്ദേശത്തിന് ശേഷമായിരുന്നു ആ ഒരു വിലപേശൽ നടപടിയുമായി മുന്നോട്ട് പോയത്. പക്ഷേ അവിടെയും ഇസ്രായേൽ നാണംകെട്ട കളി കളിച്ചു എന്നുള്ളതാണ്. പക്ഷേ അതൊന്നും ഇറാനെ കൂസുന്നില്ല. മസൂദ് പെസഷ്കിയാൻ വളരെ വ്യക്തമായി പറഞ്ഞത് ഞങ്ങളുടെ രാജ്യത്തിൻ്റെ പരമാധികാരം സംരക്ഷിക്കാനും ഞങ്ങളുടെ രാജ്യത്ത് അസ്ഥിരത ഉണ്ടാകാതിരിക്കാനും ഏതറ്റം വരെയും പോവും. അതിനുവേണ്ടി കരയുദ്ധത്തിനും വ്യോമയുദ്ധത്തിനും ഞങ്ങൾ സൈനികരെ തയ്യാറാക്കി നിർത്തിയിരിക്കുകയാണ്. നാവിക യുദ്ധത്തിനും ഞങ്ങളുടെ സൈന്യത്തിൻ്റെ ബലം തെല്ലും കുറവല്ല എന്നുള്ളതും മസൂദ് പെസഷ്കിയാൻ പറഞ്ഞു വച്ചിരിക്കുകയാണ്.